അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തവാൽക്കാലവും ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവകൃപയാത്മീയ സന്തോഷം അനുഭവിപ്പാനും ദൈവമായ കർത്താവ് ഞങ്ങളുടെയും ജീവിതത്തിൽ നൽകി തന്ന ഭാഗ്യകരമായ പദവിയോർത്ത് സന്തോഷപൂർവ്വം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് മാത്യു, അതുപോലെ ഇതിൻ്റെ സഹശുശ്രൂഷനായിരിക്കുന്ന പ്രിയ കർത്തദാസൻ വിനോജ്, ഇവിടുത്തെ കുടുംബം, നിങ്ങൾക്കെല്ലാവർക്കും, വിശേഷാൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾ ഇവിടെ ഇപ്പോൾ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവദാസൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അന്നു മുതൽ വളരെ പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിപ്പാനും ഒക്കെ കർത്താവ് കൃപ തന്നു, സാവകാശം തന്നു. നിരവധി വിഷയങ്ങൾ, വേദഭാഗങ്ങൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തി. എന്നാൽ വാസ്തവത്തിൽ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതായ ഒരു ചിന്ത എന്നെ ഭരിക്കുകയുണ്ടായി. ഞാൻ ആദ്യമേ ചിന്തിച്ച വേദഭാഗം ദാവീദ് ദൈവസന്നിധിയിൽ പ്രസ്താവിച്ച 5-ാം സങ്കീർത്തനത്തിലെ ഒരു വേദാംശമാണ്. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളിലുള്ള ഭക്തിയോട് നിന്നെ ഞാൻ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. കൃപയുടെ ബഹുത്വപ്രകാരം അതിനെ വർണ്ണിപ്പാൻ ആരെ കൊണ്ടുമാവില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, നമ്മൾ പാടി സന്തോഷിക്കാറുള്ളത് പോലെ അത് വർണ്ണിക്കുവാൻ കോണം നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇതുപോരാ. അത്ര വലിയ കൃപയാണ് നമ്മുടെ കർത്താവ് നമ്മോട് നൽകിയിരിക്കുന്നത്. ഈ വിശുദ്ധന്മാരുടെ പന്തിയിലിരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ശുശ്രൂഷകന്മാരായ ഞങ്ങളോട് ബന്ധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പാകെ, നിങ്ങളുടെ മുൻപാകെ നിൽപ്പാനുള്ള യാതൊരു യോഗ്യതയും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. പലപ്പോഴും നാം ഓർക്കാറുള്ളത് പോലെ, കേൾക്കാറുള്ളത് പോലെ, പറയാറുള്ളത് പോലെ നമ്മുടെ ഏക യോഗ്യത നമ്മുടെ അയോഗ്യത മാത്രമായിരുന്നു. കൃപയാൽ കർത്താവ് നമ്മളെ കണ്ടെത്തി തൻ്റെ വിശുദ്ധ വിളികൊണ്ട് നമ്മളെ വിളിച്ച് ഈ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ആകയാൽ ആ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയെ ആത്മീയമർദ്ദനം അനുഭവിപ്പാനും കൊണ്ടും കർത്താവ് നമ്മെ എല്ലാവരെയും പ്രത്യേകാൽ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായിരുന്നിട്ടും തൻ്റെ ആടുകളെ നേൽക്കുന്ന മേൽച്ചപ്പുറത്തും തന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ സഹോദരന്മാർ നടുവിച്ച് തന്നെ അഭിഷേകം ചെയ്ത് തൻ്റെ ജനത്തിൻ്റെ പ്രഭുവായിരിക്കാൻ നിയോഗിച്ച ദൈവത്തിൻ്റെ മുൻപാകെ, അതിന് ദൈവത്തിൻ്റെ പ്രതീകമായ യഹോവയുടെ പട്ടണത്തിന് മുൻപാകെ തൻ്റെ ഔദ്യോഗികമായ രാജവസ്ത്രമൊക്കെ വിരിഞ്ഞു വെച്ച് പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് മുൻപാകെ സന്തോഷത്തോടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ ദൈവം മുമ്പാകെ അടുത്ത് വരുമ്പോൾ നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ എല്ലായ്പ്പോഴും അത്യുന്നതനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ആരാധനയുടെ ഈ അവസാനമായി ഞങ്ങൾ സംബന്ധിക്കുന്ന ദിവസം കൂടെ ആകുന്നതുകൊണ്ട് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ 2 വാക്ക് പറഞ്ഞിട്ട് ദൈവത്തിലിരിക്കുന്നതായിരിക്കും കുറേ കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉചിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ ഇനിയും ഈ രാജ്യത്തേക്കുള്ളൊരു യാത്ര
മിക്കവാറും സാധ്യതയില്ല. സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ശാരീരികാവസ്ഥ ഞങ്ങളുടെ രണ്ടുപേരുടെയും അതിനെ അനുവദിക്കുന്നില്ല. ഇവിടെ വന്ന ഏതാനും ആഴ്ചകൾ ശാരീരികമായി എൻ്റെ പ്രിയപ്പെട്ടവളും കുറച്ചൊക്കെ ഞാനും വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചു. എങ്കിലും കർത്താവ് പ്രാർത്ഥന കേട്ട് ദൈവം വിടുതൽ നൽകി, സൗഖ്യം നൽകി. ആ ദൈവത്തിൻ്റെ വലിയ നാമത്തിൽ ഞാൻ നന്ദിയോടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം 35-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന സമയത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന് 32 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ വേദഭാഗം കാണുവാൻ കൊണ്ടും സാധിക്കുന്നുണ്ട്. ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. നാം എല്ലാവരും അറിയുന്നത് പോലെ അത്തി യഹൂദൻ്റെ രാഷ്ട്രീയമായ സ്ഥിതിയെ കാണിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സാമാന്യമായ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും സുപരിചിതമായ വേദഭാഗമാണല്ലോ പ്രസ്തുത വേദവാക്യങ്ങൾ. ഉണങ്ങിപ്പോയ അത്തി തളിർക്കുവാനിടയായി തീർന്നു. ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക വാചകം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മേൽപ്പറയപ്പെട്ട സംഭവങ്ങളെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. അതിനെക്കുറിച്ച് ഏറ്റവും സ്വീകാര്യമായിരിക്കുന്നതായ ഒരു വ്യാഖ്യാനം കേൾക്കാറുള്ളത്, പഠിക്കാറുള്ളത്, ദിവസന്മാർ പറയാറുള്ളത്, അത്തിയാകുന്ന യഹൂദൻ എന്ന ആ തലമുറ ആവിർഭവിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആ രാഷ്ട്രത്തിൻ്റെ വളർച്ച കണ്ട, ഉദയം കണ്ട തലമുറ വാങ്ങിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ മേഘത്തിലെ വരവ് ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. ഏതാണ്ട് 12-ാം മണിക്കൂർ എന്ന് പറയാവുന്ന വിധത്തിൽ സംഭവങ്ങളെല്ലാം അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നിവർന്ന് തലകളെ ഉയർത്തുവാൻ, നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ്റെ കോണം കർത്താവായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞതായിരിക്കുന്നതായ ആ വേദഭാഗത്തിൽ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് ദൈവത്തിന് സ്തോത്രം. 4 യാമങ്ങളായി രാത്രിയെ തിരിച്ചിട്ടുണ്ടല്ലോ. സന്ധ്യായാമം 6 മണി മുതൽ 9 മണി വരെ, അർദ്ധരാത്രിയുടെ യാമം 9 മുതൽ 12 വരെ, പ്രഭാതയാമം കോഴി കൂവുന്ന യാമം 3 മണി മുതൽ 6 മണി വരെ, അത് 12 മുതൽ 3 മണി വരെ. അതിനുശേഷം രാവിലെ ഈ 3 യാമങ്ങളിലും നമ്മുടെ കർത്താവ് വന്നില്ല. വരുമെന്ന് എല്ലാവരും പ്രതീക്ഷ വന്നുണ്ടായിരുന്നവർ ഇതുവരെ വന്നില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷങ്ങളിലാണ്. കർത്താവ് പറഞ്ഞ വേദവാക്യം നമുക്കറിയാം. അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും. ഒരുവനെ കൈക്കൊള്ളും, മറ്റവൻ കൈവിടപ്പെടും. 2 പേർ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ ത്യജിക്കപ്പെടും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ഒരു സൂചികയായി എടുത്താൽ, ഞാനങ്ങനെ അധികാരിയായതും പറയുകയല്ല, അങ്ങനെ ആകാതിരിക്കട്ടെ,
50% ആ നിലയ്ക്ക് നോക്കിയാൽ സാധ്യത. അതുകൊണ്ട് തന്നെ നാം വളരെ ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിൽ ഞാനും നിങ്ങളുമായിരിക്കാൻ, നാം ആയിരിക്കാൻ ഉള്ളതായ ഒരുക്കത്തോടെ, ജാഗ്രതയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമ്മൾ ആയിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ധ്യായാമം എന്ന് പറയുമ്പോൾ എല്ലാ ഭവനങ്ങളിലും വിളക്ക് തെളിയിക്കുന്ന സന്ദർഭമാണല്ലോ. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സഭയുടെ ആദ്യ യാമങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ പതിറ്റാണ്ടുകളിൽ നമ്മുടെ കർത്താവ് തിരികെ വന്നില്ല. രണ്ടാമത്തെ അർദ്ധരാത്രിയുടെ യാമം തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. കുസ്തന്തീനോസിൻ്റെ കാലഘട്ടം മുതൽ സഭ ആത്മീകമായ അന്ധകാര യുഗത്തിലേക്ക് പ്രവേശിപ്പാൻ കൊണ്ടുള്ളയായി തീർന്നു. ദൈവവചനകൃപയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി ദുരാചാരങ്ങൾ സഭയിൽ പ്രവേശിപ്പാൻ കൊണ്ടിടയായി തീർന്നു. ആ യാമത്തിലും നമ്മുടെ കർത്താവ് വന്നില്ല. അടുത്ത യാമമായപ്പോൾ കോഴി കൂകുന്ന സമയം ദൈവം നവീകരണ വീരന്മാരെ എഴുന്നേൽപ്പിച്ചു. ജോൺ ഹസ്, മാർട്ടിൻ ലൂതർ, അതിയായ ദൈവഭക്തന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആത്മീകമായൊരു ഉണർവ് സംഭവിപ്പാനിടയായി തീർന്നു. അടുത്ത യാമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് സ്തോത്രം, പെന്തക്കോസ്തിൻ്റെ ഈ വേറൊരു വിധത്തിൽ അതിനെ അവതരിപ്പിച്ചാൽ സഭായുഗത്തിൻ്റെ അവസാനത്തെ കാലഘട്ടമായ ലവോദിക്ക സഭയുടെ കാലയളവിൽ ഇന്ന് നമ്മൾ ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പോലെ AD 1901 അത് ആരംഭിപ്പാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു സഭയുടെ ഒരു കാലഘട്ടം ഇതിന് ശേഷം അവശേഷിക്കുന്നില്ല. ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. എഫെസോസ് സഭയിൽ ആരംഭിക്കുമ്പോൾ കർത്താവ് സഭയുടെ നടുവിൽ കൂടെ നടകൊള്ളുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ സഭയുടെ പുറത്തായി, സഭയ്ക്കകത്തുനിന്ന് കർത്താവ് പുറമേ പോയി. ഇപ്പോഴത്തെ പ്രത്യേകമായ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ വ്യക്തിപരമായിട്ടുള്ളതായ ബന്ധമാണ് കർത്താവുമായി നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ചേർന്ന് വരുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ സഭയായി, ആരാധനയായി, ദൈവകൃപ അനുഭവിപ്പാനിടയായി തീർന്നു. ഒരു കാര്യം കൂടെ വ്യക്തമായി അതോടെ ബന്ധത്തിൽ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. നാം ക്രിസ്തുവിൻ്റെ ന്യായത്തിൻപാകെ നിൽക്കുമ്പോൾ മറ്റാരും നമ്മോട് കൂടെ ഉണ്ടാകില്ല. വ്യക്തിപരമായിട്ടാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക. നാം കർത്താവിന് വേണ്ടി ചെയ്തതിന് തക്കവണ്ണമായ അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ന്യായത്തിൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. കർത്താവ് നമ്മളോട് കാര്യം തീർക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിപ്പാൻ, നിവരെ നിൽപ്പാൻ, പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുക്കലായിരിക്കുന്നു. ഇന്നലേക്കാൾ ഇന്ന് നമ്മുടെ പ്രിയൻ്റെ നാടിനോട് നമ്മൾ ഒന്നുകൂടെ സമീപിച്ചിരിക്കുന്നു. ആകയാൽ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരുമായി തൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ തക്കവണ്ണം അത്യുന്നതനാ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. അവനെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞതായ വാക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അന്ന് 2 പേർ കിടക്കമേലായിരിക്കും, ഒരാൾ കൈക്കൊള്ളും, ഒരാൾ കൈവിടപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തിരിക്കപ്പെടും. 2 പേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി എടുക്കപ്പെടും, മറ്റൊരു വീക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിലുള്ളതായിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന നിലയിലാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കൊണ്ടും സാധിക്കുന്നത്. ലോകത്തിൻ്റെ ഭൂമിയുടെ ഒരു ഭാഗത്ത് വെളിച്ചമാണെങ്കിൽ മറുഭാഗത്ത് ഇരുട്ടാണ്. ഒരു ഭാഗത്ത് രാവിലെയാണെങ്കിൽ പ്രഭാതമാണെങ്കിൽ മറുഭാഗത്ത് പ്രദോഷമാണ്. സർവ്വഭൂതലത്തിലുമുള്ള സകല ദൈവമക്കളുള്ളതായിരിക്കും ബന്ധത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ നമുക്ക് വീക്ഷിക്കുവാൻ പ്രയാസമില്ലല്ലോ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ
ഘട്ടങ്ങളിൽ വിവിധ സഭകളിൽ ശുശ്രൂഷിപ്പാൻ മാത്രമല്ല ചില ബൈബിൾ കോളേജിലൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുവാനുള്ള അവസരവും കർത്താവ് എനിക്ക് നൽകി തന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ദൈവദിനം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാനായി കടന്നു പോയിട്ട് മടങ്ങി വരുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സമീപം ഞാനൊരു പുസ്തകം എൻ്റെ പഠിപ്പിക്കലോടെ ബന്ധത്തിൽ വായിച്ചുണ്ടെങ്കിൽ അദ്ദേഹം നിരീക്ഷിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, അധ്യാപകനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അധ്യാപകനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കൂളിലെയോ ഹൈസ്കൂളിലെയോ ഒന്നുമല്ല, ഞാനൊരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണെന്ന് പറഞ്ഞു. പിന്നെ സുവിശേഷത്തിലേക്ക് കടന്നു. അദ്ദേഹം ഒരു ലോയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സംഭാഷണം രീതി ശ്രമിച്ചപ്പോൾ എനിക്കും സന്തോഷം തോന്നി. അദ്ദേഹത്തോട് കുറേ സുവിശേഷം പറയുവാനുള്ളൊരു സാഹചര്യമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അല്പവാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, കർത്താവ് വരുമെന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്നു? കർത്താവ് വരും. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം കുറച്ചും കൂടെ അതോടെ ബന്ധത്തിൽ തന്നെ ഒരു മാറിയ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണം. കർത്താവ് വരുന്നത് സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നാണല്ലോ. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ കർത്താവ് എന്നാൽ നിങ്ങൾ ഇവിടുന്ന് നേരെ മേപ്പോട്ട് പോകും. ഭൂമിയുടെ മറുഭാഗത്തിരിക്കുന്നവർ അവരുടെ ഭാഗത്തു നിന്ന് അവരും നേരെ മേപ്പോട്ട് പോകും. അപ്പോൾ നമ്മളങ്ങോട്ട് മേപ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മേൽപോട്ട് ഇങ്ങോട്ട്, മറുഭാഗത്തിലൂടെ മേൽപോട്ട് നേരെ എതിർദിശ. അപ്പോൾ നിങ്ങളെങ്ങനെ ഒരുമിച്ച് ചെയ്യായിരുന്നെന്ന് ചോദിച്ചു. വാസ്തവം പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കും എന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എങ്കിലും തൽക്ഷണം തമ്പുരാൻ കർത്താവ് അതിന് മറുപടി പറയുവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞതിന് മറുപടി ഞാൻ പറയാം. ഒരു ബോൾ ഭൂമി ഉരുളതാണല്ലോ, അതെ, അതിന് അദ്ദേഹത്തിന് സംശയമില്ല. ഞാൻ പറഞ്ഞു, അത് ഒരു പൊന്ത് നമ്മുടെ ഭാവനയിൽ കാണും. ഞാനൊരു ചെരുവം കൊണ്ടുവരും, അതിനകത്ത് വെള്ളം ഒഴിച്ചു, ആ പന്ത് അതിനകത്തിട്ടു, തീ കത്തിച്ചു, വെള്ളം തിളച്ചു. ആ പന്ത് പൊടിയിൽ കൊണ്ട് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. സ്വാഭാവികമായും അതിൻ്റെ അടിഭാഗം മുതൽ വശങ്ങളിൽ നിന്നും നീരാവി മേൽപോട്ട് ഉയരുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു, ആ നീരാവി താഴെയുള്ളത് താഴോട്ടല്ല പോയത്, വശത്തുള്ളത് അങ്ങോട്ടല്ല പോയത്, എല്ലാം നേരെ മുകളിലേക്കാണ് പോയതെങ്കിൽ ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാരും കർത്താവിന് ചേർക്കപ്പെടുന്നത് ഉയരത്തിലേക്കായിരിക്കും. തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, ഉയരത്തിന് ഉത്തരദിക്കായ സിയോൻ പുറത്ത് നമ്മുടെ കർത്താവ് വരുന്നു. ഭൂലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള സകല വിശുദ്ധന്മാരും ആ കാഹളധ്വനി കേൾക്കുമ്പോൾ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെതിരേൽപ്പാൻ തക്കവണ്ണം മേഘങ്ങൾ എടുക്കപ്പെടും. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണിക്കപ്പെടുവാൻ നമ്മുടെ അവകാശം, നമുക്കുള്ള കിരീടം മറ്റാരും അപഹരിക്കാതിരിപ്പാൻ, നമുക്കത് ലഭിപ്പാൻ കൊണ്ട് അത് സംരക്ഷിക്കേണ്ടത്, പിടിച്ചുകൊള്ളേണ്ടത്, സൂക്ഷിച്ചുകൊള്ളേണ്ടത് വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആകുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം അവസാന 22-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ കൊണ്ട് വെളിപ്പെടുത്തുന്ന വേദവാക്യങ്ങൾ നമുക്കറിയാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. മറ്റുള്ളവരെ വിശുദ്ധീകരിപ്പാൻ നമ്മൾ ബന്ധപ്പെടുന്നതിനേക്കാൾ ഉത്തമവും ആവശ്യവും
നാം അവരവരെ തന്നെ നമ്മെ തന്നെ വിശുദ്ധീകരണത്തിൽ കാക്കപ്പെടുക എന്നുള്ളതാണ്. ആകയാൽ എത്രയും വേഗം മേഘത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി പ്രത്യാശയുള്ളവരായി നോക്കി പാർക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിശ്വാസവും എൻ്റെ പ്രത്യാശയും നാം ജീവിക്കുന്ന ഈ തലമുറയിൽ നമ്മുടെ കർത്താവിൻ്റെ മേഘത്തിലെ വരവുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് അതിന് കാലവിളംബമില്ല. ഇന്ന് പകൽക്കാലം അത് സംഭവിച്ചുകൂടായില്ല. നിന്നെയാത്ത നാഴികയിൽ കർത്താവ് വരുന്നത് കൊണ്ട് നാം ഒരുങ്ങിയിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക. നമ്മുടെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെണ്മയായിരിക്കാൻ, അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ, തലയിൽ എണ്ണ കുറയാതിരിക്കാൻ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി കാത്തു നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ കാത്തുകൊണ്ട് കർത്താവിനെ നോക്കി പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീഴാതെ കൊണ്ട് നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവനായ കർത്താവിൻ്റെ തൃക്കരങ്ങൾ നമ്മെ തന്നെ വരമേൽപ്പിച്ച് പ്രത്യാശയോടുകൂടെ നമ്മുടെ പ്രവാസകാലം കഴിക്കുവാൻ അത്യുന്നതനായ ദൈവം കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യായാമത്തിൽ നമ്മുടെ കർത്താവ് വന്നില്ല, മധ്യയാമത്തിൽ നമ്മുടെ കർത്താവ് വന്നില്ല, പ്രഭാതയാമത്തിൽ വന്നില്ല. ഈ യാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ആകയാൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പോലെ നീ നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നീ നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചരക്ഷരായി ഉയർക്കുന്ന ആ ഉയർപ്പിൻ്റെ പൊൻപ്രഭയിൽ പൊൻപുലരിയിൽ നമ്മുടെ പ്രാണനാഥനെ നമുക്ക് കാണാം. നമ്മളെ വീണ്ടും ഒരുമിച്ച് സമ്മേളിക്കാം. പിന്നെ മരണമില്ല, ദുഃഖമില്ല, വേർപാടില്ല. സകലശുദ്ധന്മാർ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഇവിടെ ആയിരിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയോർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ വന്ന നാൾ മുതൽ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ച് കൈക്കൊണ്ട എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സഭയിൽ പഴയ നടന്നതായ ആ സമയത്ത് ഞങ്ങളിവിടെ വന്നതാണെങ്കിൽ ഒരു വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മാത്രമാണ് അന്ന് സംബന്ധിപ്പാൻ കഴിഞ്ഞത്. വിശുദ്ധ ആരാധനയുള്ള ബന്ധത്തിൽ നിങ്ങളോടുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നത് ഈ പ്രാവശ്യത്തെ വരവിലാണ്. കർത്താവിന് സ്തോത്രം. 1987 ഞാൻ ആദ്യമായി അമേരിക്കയിൽ വന്നത്. എൻ്റെ ഒരു കസിൻ സഹോദരൻ ഹൂസ്റ്റണിലുണ്ട്, ജോർജ് തോമസ് മോഹൻ എന്ന് അറിയപ്പെടുന്ന നിങ്ങൾ പലരും അറിയുമായിരിക്കാം. പ്രിയ സഹോദരൻ സ്പോൺസർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇവിടെ വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാവിലെ ആ കാര്യം ഓർക്കുകയുണ്ടായി. അന്ന് മദ്രാസിൽ പോയിട്ടാണല്ലോ കോൺസുലേറ്റിൽ വിസ നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ചെന്നു. ആ കൗണ്ടർ മുമ്പാകെ നിന്നു. അദ്ദേഹം അവിടെ നമ്മുടെ മുഖം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പുള്ളിയെ നോക്കി പാസ്പോർട്ട് വെച്ച് കൊടുത്ത് പുള്ളിയെ നോക്കി വെച്ച് തിരിച്ച് അത് തിരിച്ച് ഇങ്ങോട്ട് നീട്ടി തന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തരത്തില്ലെന്ന്. ഞാനത് വാങ്ങിച്ചു. എനിക്ക് വലിയ നിരാശയൊന്നും തോന്നിയില്ല. അത്ര വലിയ പ്രതീക്ഷയൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. തിരിഞ്ഞൊരു 3-4 ചോടിഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു, തിരിച്ചു ചെല്ലാൻ പറഞ്ഞ് ചെന്ന് പാസ്പോർട്ട് വെച്ച് വിസ അടിച്ചു തന്നു. അത് തന്നെ വാസ്തവത്തിൽ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. നന്ദിമടയെ കടന്നു വന്ന കർത്താവിനെ പല സഭകളിലും അവിടെയുള്ള ഹൂസ്റ്റണിലും ഡാളസിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും അവിടെയുണ്ട്. കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ മടങ്ങിപ്പോയപ്പോൾ ഇവിടെയുള്ള ദൈവമക്കൾ ദൈവസഭകൾ നൽകിത്തന്ന ഭൗതികമായ നന്മ, എൻ്റെ യാത്രകൂലി കഴിച്ച് 17,000 രൂപയുണ്ടായിരുന്നു അന്ന് 87. ആ സംഖ്യ തുക കൊടുത്ത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ തൃശ്ശൂർ സെൻറ്റർ അന്ന് വിഭജിക്കപ്പെട്ടിട്ടില്ല, ആൽപ്പാറയിൽ 23 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രത്തിൽ നിന്നും ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തില്ല. ഇപ്പോൾ ഞാനിവിടെ 5-ാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ സഹധർമ്മിണി പ്രിയ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ എന്നേക്കാൾ 1-2 പ്രാവശ്യം കൂടെ തനിയെ ഇവിടെ വന്നിട്ടുണ്ട്.
ഈ സന്ദർഭങ്ങളൊക്കെ എനിക്ക് ലഭിച്ച ഭൗതികമായ നന്മയിൽ നിന്ന് ഞങ്ങളുടെ സെൻറ്ററിലുള്ള പല സഭകളെയും സഹായിപ്പാൻ പല സ്ഥലങ്ങളിലും സഭകളിലും സ്ഥലമില്ലായിരുന്നു, സ്ഥലം വാങ്ങിച്ചു. അവിടെ നല്ല ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. അവിടെയുള്ള ദൈവമക്കളുടെയും സഹകരണങ്ങൾ അതിലുണ്ടായി. അങ്ങനെ 4-5 സ്ഥലത്ത് എൻ്റെ ഈ യാത്രയോടുള്ള ബന്ധത്തിൽ ഇവിടെ മാത്രമല്ല ഓസ്ട്രേലിയയും കടന്നുപോയി. അങ്ങനെയൊക്കെ ലഭിച്ച ഭൗതികമായ നന്മയിൽ നിന്ന് കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത സകല നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി എൻ്റെ 18ാമത്തെ വയസ്സിൽ കോട്ടയത്തെ വടവാതൂർ വേൾഡ് സ്കൂളിൽ പഠിച്ചു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ സഭയിൽ തന്നെയുള്ള ഞങ്ങളെക്കാൾ സാമാന്യം സാമ്പത്തികമോ നല്ല ശേഷിയുള്ള വീട്ടിൽ അന്നത്തെ പാസ്റ്റർ സ്ഥലം മാറി വന്നപ്പോൾ അദ്ദേഹത്തെ വീടുകൾ കാണിച്ച് പരിചയപ്പെടുത്താൻ എന്നെ വിളിച്ചു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അന്ന് അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മാന്യ മാതാവ് ഞാൻ സ്കൂളിലൊക്കെ പോയി വന്നു പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്പം പണിയെടുക്കാതെ കഴിക്കാമല്ലോ ജീവിക്കുക. എൻ്റെ വാസ്തവം പറഞ്ഞ് എൻ്റെ അകവാള് കിട്ടിപ്പോയി. അന്ന് അതിശോക്തിയൊന്നും പറയില്ല, 10,000 പറ നെല്ല് എൻ്റെ വീട്ടിൽ കൊയ്ത് കയറുന്നുണ്ട്. ഞാനാ ഇത് കേൾക്കേണ്ടി വന്ന്. മുറിവ് വചനമൊക്കെ പഠിച്ചപ്പോൾ കുറേ ഉണങ്ങിയെങ്കിലും അതിൻ്റെ പാട് ഇതുവരെ വാങ്ങിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നടത്തി. ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന എൻ്റെ പിതൃസ്വത്തിൽ നിന്ന് ഞങ്ങളുടെ ചാലാമ്പാട് സഭയ്ക്ക് 20 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകി. അവിടെയാണ് ഇവിടെ ഞങ്ങളുടെ പുതിയ ആരാധനാലയം പണിയപ്പെട്ടിരിക്കുന്നത്. അതിനും ഞങ്ങളുടെ മക്കളും സാരമായ ഒരു തുക സംഭാവനയായി നൽകിയിട്ടുണ്ട്. മറ്റു പലരുടെയും സഹകരണത്തെ വളരെ മനോഹരമായ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലുള്ള നല്ല ആരാധനാലയങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പാഴ്സനയിലെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളും കുറേശ്ശെ അനുഭവിച്ചത് കൊണ്ട് അവിടെ വരുന്ന ശുശ്രൂഷകന്മാർക്ക് അവരുടെ മക്കൾക്കൊക്കെ നന്നായി താമസിക്കത്തക്ക നല്ലൊരു പാഴ്സനേജും ആ സഭകളുടെ ബന്ധത്തിൽ നിർമ്മിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാലക്കാടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ ദൈവസഭകൾ സ്ഥാപിപ്പാൻ ദൈവം ഇവനെ ഉപയോഗിച്ചു. വാസ്തവത്തിലൊരു 10 പേര് കൂടിയാൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ ഞാൻ പരസ്യത്തിൽ പ്രസംഗിക്കാത്ത ഒറ്റയിടവില്ല. അവിടങ്ങൾക്ക് ഇന്ന് ദൈവം സഭകളെത്തുന്നു. തൃശ്ശൂർ മേഖലയിൽ തന്നെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് കുന്നംകുളം കൂടാതെ 4 സെൻറ്ററുകളുണ്ട്. ഏകദേശം 100-120 സഭകളോളം ഇവിടെയായി. മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഒറ്റ വാചകം പറഞ്ഞ എളുപ്പമാവും. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ MLA ആരാണെന്ന് തീരുമാനിക്കുന്നത് പെന്തക്കോസ്തുകാർ. അത്രയ്ക്കും ഉള്ളതായ ഒരു പുരോഗതി ദൈവം നൽകിത്തന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് വളരെ അധ്വാനിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു, എനിക്ക് കൃപ തന്നു. എൻ്റെ പ്രിയപ്പെട്ടവളോട് ഒത്തിരി കർത്താവിൻ്റെ വിധത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇന്നെല്ലാം വിരൽത്തുമ്പിലാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങളിറങ്ങിയ കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവവും പാകെ നിൽക്കുമ്പോൾ ഞാൻ വളരെ പ്രത്യാശിക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ അപൂർവമായി പറയാറുള്ളതായ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ചാക്കോ ആരാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് എൻ്റെ പ്രാഗൽഭ്യം. ഇന്ന് വരെ സുവിശേഷത്തിൻ്റെ 10 പൈസയുടെ കറ എൻ്റെ കൈ പറ്റിയിട്ടില്ല. അത് മറ്റൊരു പ്രാഗൽഭ്യം. ദൈവത്തിന് എൻ്റെ ആരംഭകാലഘട്ടങ്ങളിലൊന്നും സുവിശേഷ പ്രസംഗത്തിന് കൺവെൻഷനൊക്കെ പോയാൽ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ പോയാൽ ഞാനൊരു പ്രതിഫലവും സ്വീകരിക്കാറില്ല. വീട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയാനുള്ള സാധ്യതകളുണ്ടായിരുന്നത് കൊണ്ട് ആ നിലയിലൊക്കെ കർത്താവിന് വേണ്ടി ചെലവിടുവാൻ
ചിലവായി പോകുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിലും ഉപരിയായി എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് വേറെ ഒരു പ്രശംസയില്ല. ഞങ്ങളുടെ പ്രിയ മക്കളും ഈ സഭയുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലുമൊക്കെ അവരെ പ്രയോജനപ്പെടുന്നത് കാണുന്നതുമാണ് എൻ്റെ മനസ്സിൻ്റെ സായുജ്യം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ മക്കളെ, ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ഞാൻ എടുത്തു പറയുന്നത് അധികം പറ്റുകയാണെന്ന് വിചാരിക്കുന്നില്ല. അമേരിക്ക അല്ല സ്വർഗം. ഞാനത് വീണ്ടും പറയുന്നു. ഒരുപക്ഷെ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിച്ചാക്കാമെങ്കിലും നമ്മുടെ സ്വർഗം അമേരിക്കയല്ല. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ ഒരു നഗരം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അനധിദൂര ഭാവിയിൽ നാം അത് കാണും. നമ്മുടെ പ്രിയനെ നമ്മൾ മുഖാമുഖമായി കാണും.